അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാവിൻ്റെ മഹ്ലായ ഫദ്ൽ കൊണ്ട്, അവൻ്റെ പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, വിട പറയാൻ അടുത്തിരിക്കുന്ന പരിശുദ്ധമായ മൗഫിറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ചേർക്കട്ടെ. നമ്മുടെ രോഗങ്ങൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ, എല്ലാം കടങ്ങൾ എല്ലാം അള്ളാഹു നീക്കി റാഹത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിന്റെ മൗഫിറത്തിന്റെ 10ന്റെ ലാസ്റ്റ് മൂമെന്റ്, അതായത് 20ന്റെ രാവിലാണ് നാം ചേർന്നിട്ടുള്ളത്. ഈ ഒരു പ്രഗത്ഭമായ സന്ദർഭത്തിൽ നാളത്തെ മഗ്രിബ് വാങ്കോടെ തീർച്ചയായും നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്ന ദുആഇന്റെ അല്ലാഹുമ്മ ഉഫ്ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ ആ ശൈലി മാറാൻ പോവാണ്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ആ പരിശുദ്ധമായ ദുആയിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് ഏറ്റവും പ്രഗത്ഭമായൊരു സന്ദർഭമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇന്ന് പ്രത്യേകം നമ്മൾ ചെയ്യണം. ദുആ ചെയ്താൽ ഒരുപാട് പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്ന മഹാന്മാർ നമുക്ക് ചൊല്ലി പറഞ്ഞു തന്നിട്ടുള്ള പ്രഗത്ഭമായ ദുആയുണ്ട്. ആ ദുആയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത് അബ്വാബുൽ ജിനാൻ ഞങ്ങൾക്ക് തുറന്നു നൽകണമെന്നാണ്. സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടാൻ ഈ ദുആ തന്നെ മതിയാകും എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മഹത്തുക്കളുടെ വചനത്തിൽ മനസ്സിലാക്കാം. അപ്പൊ ആ ദുആ ഏതാണ്? സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കിട്ടാനും നരകത്തിന്റെ വാതിൽ അടക്കപ്പെടാനും ഈ ദുആ മതിയാകും. അപ്പൊ ആ ദുആ ഏതാണ് എന്നുള്ളത് നമുക്കൊന്ന് കൂടെ എല്ലാവരും ഒരുമിച്ച് എൻ്റെ കൂടെ ആത്മാർത്ഥമായി കൽബറിഞ്ഞിട്ട് ചെല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബൽ ജിനാൻ واغلق علي فيه أبواب النيران ووفقني فيه لتلاوة القرآن يا منزل السكينة في قلوب المؤمنين تقبل الله. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് തറാവി നിസ്കരിക്കുന്ന വിശ്വാസികളെ കുറിച്ച് കേട്ടോളി. ഇന്ന് തറാവി നിസ്കരിക്കുന്ന വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും സവാബ. ശുഹദാക്കളുടെ സവാബ് എന്ന് പറഞ്ഞാൽ എത്ര വലിയ സവാബാണ് ശുഹദാക്കൾ കൊടുക്കുന്ന കൂലി, അല്ലേ? അവർ പരിശുദ്ധമായ സ്വർഗത്തിൽ ശുഹദാക്കൾ മരിച്ചു എന്ന് പറയാൻ പാടില്ല, മരിച്ചു എന്ന് ചിന്തിക്കാൻ പാടില്ല. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുകയാണ്, അവരെ ഭക്ഷണം കഴിക്കുകയാണ്. നമ്മളെപ്പോലെ തന്നെയാണ് അവരുടെ പാരത്രിക ജീവിതം. സ്വർഗത്തിൽ പാറി പറന്നടക്കാം ശുഹദാക്കൾ. ആ ശുഹദാക്കളുടെ കൂലി നൽകാം നിങ്ങൾക്ക്, സ്വാലിഹീങ്ങളുടെ കൂലി നൽകാം നിങ്ങൾക്ക്. ഇന്ന് മനസ്സ് വെച്ചാൽ മതി, തറാവി നിസ്കരിച്ചാൽ മതി എന്നാണ് പ്രിയപ്പെട്ടവരെ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നത്. അത്ര വലിയ പോരിശയാണ് തറാവി നിസ്കാരത്തിന്. ഇന്ന് പ്രത്യേകം ചൊല്ലേണ്ട ദിക്ർ ദുആയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. എല്ലാവരും ആത്മാർത്ഥമായി കൂടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വീകാര്യത, ഖബൂലിയത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഉഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഉഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. اللهم اغفر لي ذنوبي يا رب العالمين. 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 اللهم اغفر لنا ذنوبنا يا رب العالمين. يا غفار يا الله لا إله إلا الله. 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 അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ അല്ലാഹു മാച്ച് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി സാധാരണ നമ്മൾ ചൊല്ലാറുള്ള ദിക്ർ ദുആയിലേക്ക് നമുക്ക് കടക്കാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്
അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ചു തന്നു. ആത്മാർത്ഥമായിട്ട് നോമ്പ് തുറന്ന് ആ രാവിൽ വിശ്വാസിനികൾ ഒരു ദുആ ഉണ്ട്. ആ ദുആ പറഞ്ഞാൽ ഹജ്ജിന് കൊടുക്കുന്ന ഓഫറാ. കയ്യൗമ വലദതു ഉമ്മുഹു, ഉമ്മ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ പാപങ്ങൾ മുഴുവനും ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ ഒരു തെറ്റുണ്ടാവില്ല. അത്ര എഫക്റ്റീവാണ് ആ ദുആ നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എല്ലാവരും കൂടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. يا عليم يا عليم يا عليم أنت إلهي لا إله غيرك يغفر الذنب العظيم فإنه لا يغفر الذنب العظيم إلا العظيم. يا عليم يا عليم يا عليم أنت إلهي لا إله غيرك يغفر الذنب العظيم فإنه لا يغفر الذنب العظيم إلا العظيم. تقبل الله. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ഖബൂൽ ചെയ്ത് വലിയ ഈ ദുആയിൽ പറഞ്ഞതുപോലെ, അല്ലാഹുവേ, ഉന്നതനായ നിനക്ക് വലിയ പാപങ്ങൾ പൊറുക്കാൻ പറ്റുള്ളൂ, നീയാണ് പൊറുക്കുന്നവൻ, നീ അല്ലാതെ ഇലാഹില്ല, എനിക്ക് പുറത്തു തരണം പഠിച്ചോനെ എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അല്ലാഹു അത് പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ, നമ്മുടെ തെറ്റുകൾ പൊറുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ റമളാനിൽ ഉടനീളം നമ്മൾ 30 വരെ ചോദിക്കേണ്ട ദുആയാണ്. റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞ് നാളെ നമ്മെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വർഗം മേടിച്ചു തരാൻ ഈ ദുആ കാരണമാകും. മാത്രമല്ല, നരകമോചനത്തിന് ദുആ കാരണമാണ്. നമ്മുടെ വാപ്പ ഉമ്മ, നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും നരകമോചനം കിട്ടാൻ ദുആ കാരണമാണ്. ആ ദുആയാണ് ഇനി നമുക്ക് ചെല്ലാനുള്ളത്. ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. അല്ലാഹുമ്മ ജഅൽ ഹാദാ ശഹ്റ ശരീഫൽ അളീമൽ മുബാറക ശാഹിദൻ ലനാ ലാ ശാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. ഇനി അൽഹംദുലില്ലാഹ് മഹാനായ മുഹദ്ദിസ് റളിയല്ലാഹു തആല രചിച്ചിട്ടുള്ള 40 കാഫിന്റെ സിറുകൾ അത്ഭുതം അടങ്ങിയ ഏറ്റവും മഹനീയമായ ഒരു ബൈത്താണ്. ആ ബൈത്തിന്റെ ഫായിദകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആഫത്ത് മുസീബത്തുകളെ തടഞ്ഞു വെക്കാൻ പറ്റും. കണ്ണേറ് സിഹർ ഉണ്ടാവില്ല. നല്ല ബറക്കത്തോടെ റാഹത്തോടെ ഒരു പ്രത്യേകമായ സന്തോഷത്തോടെയുള്ള ജീവിതം അല്ലാഹു നൽകാൻ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് സാധ്യമാണ്. ആ ഒരു ബൈത്താണ് ഇനി നമുക്ക് ഓതാനുള്ളത്. يكفيك واكفة كيف كافوها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة
كلت لك الكليكا كفاك ما بكفى كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافها ككمي إن كان منك ليكا تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفى كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافها ككمي إن كان منك ليكا تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفى كالكاف قربته يا كوكبا كان تحكي كوكب الفلكا الحمد لله على كل حال واستغفر الله من كل ذنب الحمد لله على كل حال واستغفر الله من كل ذنب الحمد لله على كل حال واستغفر الله من كل ذنب الحمد لله على كل حال واستغفر الله من كل ذنب الحمد لله على كل حال واستغفر الله من كل ذنب الحمد لله على كل حال استغفر الله من كل ذنب الحمد لله على كل حال استغفر الله من كل ذنب الحمد لله على كل حال استغفر الله من كل ذنب الحمد لله على كل حال استغفر الله من كل ذنب اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله
وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم. صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل على النور واهله. 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 صلى الله على سيدنا محمد والآل والأصحاب سلم. 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 അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ മറക്കാതെ ഓർത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാളത്തെ നോമ്പിലുള്ള നിയ്യത്ത്. എല്ലാവരും എൻ്റെ കൂടെ നിയ്യത്ത് വെക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി അനുഷ്ഠിക്കുവാൻ ഞാൻ കരുതി. തഖബ്ബലല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്കൊരു ഫാത്തിഹ. അത് നമ്മുടെ മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് റമളാനിൽ വഫാത്തായി പോയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും. റമളാനിലൊക്കെ വഫാത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തൗഫീഖ് കിട്ടുന്ന ആളുകൾക്കാണ്. അപ്പൊ ഇതേവരെ റമളാനിൽ വഫാത്തായി പോയ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളുണ്ട്. അവരെ എല്ലാം ഉൾപ്പെടുത്തുകയാണ് നമ്മൾ. എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹ എല്ലാവരും. ഇലാ ഹദറത്തി നബിയിനാ നബി റഹ്മത്തി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور
الناس من الجنة والناس. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين الملك الجبار രാജ സയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഞങ്ങൾ ഓതിയതും പറഞ്ഞതും ചൊല്ലിയതും ഒരുമിച്ച് കൂടിയതുമെല്ലാം നീ കബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾക്കെല്ലാം മാപ്പ് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ റമളാനിന്റെ പാപമോചനത്തിന്റെ മൗഫിറത്തിന്റെ 10ന്റെ അവസാനത്തെ രാവാണ് അല്ലാഹുവേ. ഞങ്ങളുടെ ജീവിതത്തിലെ റമളാനിന്റെ മൗഫിറത്തിന്റെ അവസാനത്തെ 10 ദിനങ്ങളെ ആക്കല്ല റബ്ബേ. ഒരുപാട് കാലം റമളാനും മൗഫിറത്തും റഹമത്തും ജന്നത്തും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നിന്റെ വഹദു ഫദ്ലു കൊണ്ട് തരണേ അല്ലാഹ്. അല്ലാഹുവേ, മാപ്പ് നൽകണേ റബ്ബേ. നീ ഞങ്ങൾക്ക് അഫൂ ചെയ്യുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. അല്ലാഹുവേ, നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതും നിനക്ക് മർദിയായ ഇബാദത്താക്കണേ റബ്ബേ. അല്ലാഹുവേ, അപകടങ്ങളും അപകട മരണങ്ങളും മാരകമാണ് രോഗങ്ങളും എല്ലാറ്റിനെ തൊട്ടും കാവൽ തരണേ അല്ലാ. പടച്ചോരേ, ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ മുടങ്ങാതെ ഞങ്ങൾ ക്ലാസ് കേൾക്കുന്നവരാണ്, ഞങ്ങളുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരാണ്. ഒരുപാട് മുറാദുകൾ പറഞ്ഞിട്ടുള്ള പലരുമുണ്ട്. അല്ലാഹുവേ, ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങളും പ്രയാസങ്ങളും കടങ്ങളും മാറ്റണേ റബ്ബേ. ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ റബ്ബേ. പടച്ചവരേ, ഈ നരകമോചനത്തിന്റെ എഴുത്തുക്കും മിനന്നാറിന്റെ റമളാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിൽ അവസാനത്തെ 10 ദിനങ്ങളിൽ റബ്ബേ നരകമോചനം കിട്ടുന്നവരിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ. പടച്ചോരേ, അല്ലാഹുവേ, റമളാൻ മാസം അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. റമളാന് പ്രതികൂലമായി സാക്ഷി പറയുന്നവരിൽ പെടുത്തല്ലേ അല്ലാ. ലൈലത്തുൽ ഖദർ ഞങ്ങൾക്ക് അനുവദിച്ചു തരണേ റബ്ബേ. ഈ കൊല്ലത്തെ ലൈലത്തുൽ ഖദറിന്റെ കൂലി അല്ലാഹുവേ ഞങ്ങൾക്ക് തരണേ അല്ലാ. ഞങ്ങളെ നീ കബൂലാക്കണേ റബ്ബേ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. നീ സഹായിക്കണേ റബ്ബേ. പടച്ചവനേ, നീതിയില്ലാത്ത നീതിപീഠങ്ങൾ ഞങ്ങൾക്ക് വേദനയാണ് റബ്ബേ. നീ ഏറ്റവും വലിയ നീതിമാനാണല്ലോ അല്ലാഹ്. നീ നീതി ഞങ്ങൾക്ക് വാങ്ങിത്തരണേ റബ്ബേ. പടച്ചോനെ അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. എല്ലാ മുസ്ലിമീങ്ങളും മുസ്ലിമാത്തുകൾക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അവസാനം ദുആ ചെയ്യുന്ന ആമീൻ പറയുന്ന സാധുക്കളാണ് ഞങ്ങളുടെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم رب ارحمهما كما ربياني صغيرا بحق نبينا نبي رحمة مصطفى محمد صلى الله عليه وسلم. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. وآخر كلامي الحمد لله. السلام عليكم ورحمة الله وبركاته.